സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമ്മോട് യേശുക്രിസ്തുവിന് ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ബന്ധം, നമ്മോട് അവൻ എങ്ങനെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത് ശ്രദ്ധിച്ചു നോക്കൂ. അവൻ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ വിട്ട് അകലെ ജീവിക്കണമെന്ന രീതി അല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്ന് കണ്ടിട്ട് പോകണം എന്ന രീതിയല്ല, മറിച്ച് എങ്ങനെയാണ്? എന്നിൽ നിങ്ങളും നിങ്ങളിൽ ഞാനുമായിരിക്കണം. എൻ്റെ വചനം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നിൽ നിലനിൽക്കണം. അപ്പോൾ നിങ്ങൾ ഫലം കായ്ക്കും. ദൈവത്തോട് ബന്ധമുള്ളവരായി ഇരിക്കുന്നതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തോട് സഹവാസം ചെയ്യുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. ആദാമിനെയും ഹൗവായെയും ദൈവം സൃഷ്ടിച്ച സമയത്ത് അവൻ തൻ്റെ ഉദ്ദേശം അനുസരിച്ച് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവരോട് സഹവസിക്കുവാൻ ആരംഭിച്ചു. വൈകുന്നേരമാകുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദാമും ഹൗവയും ഓടിച്ചെന്ന് ഒരുപക്ഷെ കർത്താവിൻ്റെ മടിയിൽ കയറിയിരുന്ന് സംസാരിച്ചിരുന്നിരിക്കാം, സന്തോഷിച്ചിരിക്കാം. എന്നാൽ കൽപ്പന ലംഘിച്ചു എന്ന പാപം മൂലമായി ദൈവത്തിനും മനുഷ്യനും ഇടയിലുണ്ടായിരുന്ന ബന്ധം മാറിപ്പോകാനിടയായി. ഇപ്പോൾ മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ബന്ധം ഇല്ലാതിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ കഴിയാതെയായിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ജഡശരീരത്തിൽ അവതാരം എടുത്തുകൊണ്ട് യേശു എന്ന പേർ വിളിക്കപ്പെട്ടവനായി ലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മുടെ സ്ഥാനത്ത് അവൻ മരിച്ച് നമുക്ക് ദൈവവുമായി ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടി വേർപെട്ടുപോയ ആ ബന്ധത്തെ ക്രൂശിൽ കൂടി യോജിപ്പിക്കുവാനിടയായി. അതുകൊണ്ട് ഈ ദിവസം ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളിൽ എത്ര ആളുകൾ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചിട്ടുണ്ട്? യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ്, അവന് ഞാൻ എൻ്റെ ജീവിതം കൊടുത്തിരിക്കുന്നു, എൻ്റെ ഹൃദയം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നവർ കൈ ഉയർത്താമോ? ഓക്കെ, ഇനിയും സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് വെച്ചാൽ, നാം അവൻ്റെ മണവാട്ടി, അവൻ നമ്മുടെ കാന്തനുമാണ്. നമ്മുടെ ശിരസ് കർത്താവായ യേശുക്രിസ്തുവും നാം അവൻ്റെ ശരീരവുമായിരിക്കുന്നു. ഈ ദിവസം കർത്താവിനെ വിശ്വസിക്കുന്ന ആളുകൾ കർത്താവിനോടൊപ്പം ജീവിക്കണം. അല്ലാതെ കർത്താവേ, ഞങ്ങളുടെ പഴയ വീട്ടിൽ ഞാനൊന്ന് പോയിട്ട് വരാം. നമ്മുടെ പഴയ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് അതാണ് പിശാചിൻ്റെ നിലയം. എന്തു നിലയമാണ്? പിശാചിൻ്റെ നിലയത്തിലേക്ക് പോയിട്ട് വരാം, ഞങ്ങളുടെ പഴയ സ്ഥലത്തിലേക്ക് പോയിട്ട് വരാം, പഴയ ജീവിതത്തിലേക്ക് പോയിട്ട് വരാം എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും, കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ പോലും പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ്. കർത്താവുമായുള്ള ബന്ധം അവർ നഷ്ടപ്പെടുത്തുന്നു. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ആരാധനയിൽ വന്നു പോകുന്നതല്ല, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് അല്ല, മറിച്ച് കർത്താവിൽ നിലനിൽക്കുന്നതാണ്. നോക്കൂ, എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, എൻ്റെ വചനങ്ങൾ. എത്ര ആളുകൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് വന്നു എന്ന് ദയവ് ചെയ്ത് കൈ ഉയർത്താമോ? നിങ്ങൾ എത്ര വചനങ്ങൾ വായിച്ചു, എത്ര അധ്യായം വായിച്ചു, അതൊന്നും ഇവിടെ യാതൊരു പ്രശസ്തിയുമില്ല. നിങ്ങൾ വായിച്ച ദൈവത്തിൻ്റെ വചനഭാഗം നിന്റെ ഹൃദയത്തിൽ സ്പർശിക്കണം. നീ വായിച്ചതായ ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ പതിയാനിടയാകണം. നീ വായിച്ചതായ ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഉണർവുണ്ടാക്കണം. വായിച്ച വചനത്തിൽ കൂടി നിന്റെ തെറ്റുകൾ നീ മനസ്സിലാക്കണം. നീ വായിച്ച വാക്യത്തിൽ കൂടി നിനക്ക് ആശ്വാസം ലഭിക്കണം. വായിച്ച വാക്യത്തിൽ കൂടി നിങ്ങൾ ദൈവിക ജ്ഞാനം പ്രാപിക്കണം. ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു വചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഒരു അധ്യായം വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണോ ഉള്ളത്? നാം എന്തു ചെയ്യണം? രാവും പകലും ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കണം. പശുക്കൾ പുല്ലുമേഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പിന്നെ കിടക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ചവച്ചിറക്കിയ പുല്ലിനെ വീണ്ടും കൊണ്ടുവന്നിട്ട് അത് അയവിറക്കാനിടയാകും. നിങ്ങൾ അത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തലയിട്ടാട്ടിക്കൊണ്ട്
ആസ്വദിച്ചാണ് കഴിക്കുന്നത്. അതിലുള്ളതായ സത്ത് മുഴുവൻ എടുക്കാനിടയാകും. നിങ്ങൾ വായിക്കുന്ന വചനത്തിലുള്ളതായ സത്ത് ഓരോ ദിവസവും അത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കണം. നാം ആസ്വദിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ വചനം എൻ്റെ വായ്ക്ക് തേൻകട്ട പോലെ ആകുന്നു എന്ന് പറഞ്ഞു. ചില സമയത്ത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു വെളിപ്പാട് ഉണ്ടാകുന്നത് പോലെ, വലിയൊരു കാര്യം അറിഞ്ഞതുപോലെ നമുക്ക് സന്തോഷമുണ്ടാകും. ഒരു വലിയ വിഷയം അറിഞ്ഞതുപോലെ, ഒരു മർമ്മം അറിഞ്ഞതുപോലെ നമുക്ക് സന്തോഷമുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനം എത്ര സംയോജിതമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചില സംശയങ്ങൾക്ക് അത് മറുപടിയായി മാറും. നമുക്ക് ഇരുട്ടിൽ നിൽക്കുമ്പോൾ വെളിച്ചം ഏത് രീതിയിൽ നമുക്ക് സഹായകമാകും, അതേപോലെ തന്നെ എന്തു ചെയ്യണമെന്നറിയാത്ത പരിസ്ഥിതി നിൽക്കുമ്പോൾ ദൈവം നമുക്കൊരു മാർഗത്തെ കാണിച്ചു തരുവാനിടയാകും. അതുകൊണ്ട് വചനത്തെ നിങ്ങൾ ധ്യാനിക്കുക, വചനത്തെ ഹൃദയത്തിൽ പതിപ്പിക്കുക, വചനത്തെ മെമ്മറൈസ് ചെയ്യുക, വചനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. യൗവനക്കാർ തന്റെ പ്രവൃത്തികളെ നമുക്ക് ശ്രദ്ധിക്കാം. 119 സങ്കീർത്തനം ഒരു വചനം നമുക്ക് വായിക്കാം. 9 വാക്യം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. 11 വാക്യം കൂടി വായിക്കാം. നിന്നോട് ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം നിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ നീ പാപം ചെയ്യില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ നേരെയാക്കി കൊണ്ടുപോകും. കർത്താവ് പറയുന്നു, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ. വചനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുവിൻ്റെ മറ്റൊരു പേരെന്താണ്? അവൻ വചനമാണ്. എന്താണ്? 1 യോഹന്നാന്റെ സുവിശേഷം 1:14 ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യയിൽ നിവസിച്ചത്. കൃപയും സത്യവും നിറഞ്ഞവനായി ജഡശരീരത്തിൽ ക്രിസ്തു നമ്മുടെ മധ്യയിൽ നിവസിക്കാനിടയായി. നിന്നിൽ വചനമുണ്ടെങ്കിൽ ക്രിസ്തു നിന്നിൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വചനത്തെ നിന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കണം. വേദപുസ്തകം എടുക്കുന്ന ആളുകൾ അനേകരുണ്ട്, എന്നാൽ ബൈബിളിനെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നവർ എത്ര ആളുകളുണ്ട്? ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു ബൈബിളായി തീരുന്ന സമയത്താണ് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ശ്രമിക്കുക. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും. വേദപുസ്തകത്തിൽ ഫലം എന്ന വാക്ക് ഒരുപാട് തവണ കാണുവാൻ കഴിയും. യേശുക്രിസ്തു ചെയ്ത ഒന്നാമത്തെ പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു. മാനസാന്തരം എന്ന വാക്ക് ഇന്ന് അധികമാരും പ്രസംഗിക്കുന്നില്ല. ഇന്ന് സുവിശേഷം കേൾക്കുവാൻ മനുഷ്യർക്ക് ഇഷ്ടമില്ല. അതേ, ഈ അന്ത്യകാലത്ത് മനുഷ്യർക്ക് ഇരുന്ന് വചനം കേൾക്കുവാനുള്ള ഇഷ്ടമില്ല. ഇരുന്നിട്ട് വചനം കേൾക്കുവാൻ അവർക്ക് താല്പര്യമില്ല. ഒന്ന് വന്ന് കണ്ടിട്ട് പോയാൽ മാത്രം മതി. കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകണം. അതുകൊണ്ടാണ് ചില ദേവദാസന്മാർ ഇന്ന് ആളുകളെ ഇരിക്കാൻ സമ്മതിക്കാത്തത്. ദേവദാസനെ നിൽക്കുകയായിരിക്കും, ആളുകളെ നിർത്തുവാനിടയാകും. എന്താണ്? നിന്നിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത്? ഡാൻസ്. വെറുതെ നിൽക്കുകയല്ല, നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. ഡാൻസ് കളിക്കുകയാണ്. അതിനുവേണ്ടി എത്രയോ ആളുകളാണ് തള്ളിക്കയറുന്നതെന്നറിയാമോ? പ്രധാനമായും യൗവനക്കാരാണ്. യൗവനക്കാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത് അല്ലാതെ ബാല്യത്തിൽ ഡാൻസ് പഠിക്കുന്നത് ഒരു പുരുഷന് നല്ലതാണെന്നുണ്ടോ? യൂത്ത് മീറ്റിംഗ് വെച്ചാലും അതിൽ മുഴുവൻ ഡാൻസും സ്കിറ്റും കോമഡിയും എല്ലാം. അതല്ലാതെ പശ്ചാത്താപമില്ല. ഇവിടെയൊരു മാനസാന്തരമില്ല. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക. പലരും പറയും ഞങ്ങൾ മാനസാന്തരപ്പെട്ടവരാണെന്ന്. മാനസാന്തരപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പറയും മാനസാന്തരപ്പെട്ടു എന്ന്. എന്നാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ പാപം ജയിക്കുവാൻ കഴിയുന്നത് മാനസാന്തരപ്പെട്ട മനസ്സിനാണ്. വളരെ സുഖവും സൗകര്യവും ഉണ്ടായിരുന്നതായ സമയത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ ദാനിയേലിന് രാജഭോജനം കൊടുക്കാനിടയായി. രാജാവ് കഴിക്കുന്ന ഭക്ഷണവും രാജാവിന്റെ വൈനും ഫ്രീ ആയിട്ട് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ട. ഈ അശുദ്ധമായത് ഭക്ഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ അശുദ്ധമാക്കുകയില്ല. അതാണ് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തിക്ക്. അവന് പണമുണ്ടേ എങ്കിലും, പാപം ചെയ്യുവാനുള്ള അവസരം ഉണ്ടേ എങ്കിലും, അവനൊരു പുതിയ ഹൃദയത്തെ പ്രാപിച്ചവനായതുകൊണ്ട് ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ ചെയ്യില്ല എന്നവന് പറയുവാൻ കഴിയും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. ഞാൻ മാനസാന്തരപ്പെട്ടവനാണ്, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണണം. അതിൻ്റെ ഫലം കായ്ക്കണം. എൻ്റെ പിതാവ് ഒരു എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ഒരുപാട് കൈക്കൂലി വാങ്ങിയിരുന്നു.
പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ജീവിച്ച വ്യക്തിയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത സമയത്ത് ഓരോരോ സ്ഥലങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടുമ്പോൾ അവർ കെട്ടുകണക്കിന് പണം കൊണ്ട് കൊടുക്കുമായിരുന്നു. വീട്ടിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്ന് ഇഷ്ടത്തിന് ആഹാരമെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് പറഞ്ഞാൽ അപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ഞങ്ങൾ 8 പേരായിരുന്നു മക്കൾ. വീട്ടിൽ കാറ്, ജീപ്പ്, ബംഗ്ലാവ് എല്ലാം ഉണ്ടായിരുന്നു. വളരെ സുഖസൗകര്യത്തോടെയാണ് ഞങ്ങൾ അന്ന് ജീവിച്ചത്. ഞങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരു കുറവുമില്ലാതെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടത്. ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് ചെന്നു. അദ്ദേഹം നെല്ലൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോലി ചെയ്യുന്ന സമയത്താണ്. ഒരു ദിവസം ഞാൻ സേവ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുവാനിടയായി. അപ്പോൾ ഒരു കോൺട്രാക്ടർ വരുവാൻ ഇടയായി. ആ കോൺട്രാക്ടർ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഏതോ പ്രോജക്റ്റ് പണി നടക്കുന്നതിനെ വേണ്ടിയിട്ട് കുറച്ച് പണം കൊണ്ടു കൊടുക്കുകയാണ്. സാർ വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കുന്നു. സാർ വാങ്ങിക്കൂ എന്ന് പറയുന്നു. ആ സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ആ മേശപ്പുറത്ത് വലിയൊരു ബൈബിൾ അവിടെ വെച്ചിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ കൈക്കൂലി വാങ്ങുകയില്ല. എന്താണ് സാർ, ജൂനിയർ എഞ്ചിനീയർ വാങ്ങിക്കാനിടയായല്ലോ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണല്ലോ, എന്നിട്ട് കൈക്കൂലി വാങ്ങിയല്ലോ. സാർ പ്ലീസ് സാർ അങ്ങ് വാങ്ങൂ സാർ, അങ്ങ് വാങ്ങിയെങ്കിൽ മാത്രമേ, അങ്ങ് സീനിയറായി വാങ്ങിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പണി നല്ലതായി നടക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും അങ്ങനെ അപേക്ഷിച്ച് വളരെ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അവസാനം പിതാവ് പറയാണ്, ശരി എൻ്റെ കയ്യിൽ തരുക, എൻ്റെ കയ്യിൽ കുഷ്ഠരോഗം വരണമെങ്കിൽ തരൂ എന്ന്. അയ്യോ അതെന്താണ്, ഇപ്പോൾ തന്നെ ഞാൻ ചെയ്ത പാപം അനുസരിച്ച് എൻ്റെ ശരീരത്തിന് കുഷ്ഠരോഗം വരേണ്ടതാണ്. എന്നാൽ യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് അവൻ്റെ കയ്യിൽ ആണിയടിച്ചതുകൊണ്ട്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അവൻ ചെയ്തതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടു. ദയവ് ചെയ്ത് എനിക്ക് കൈക്കൂലി തരരുത്. മാനസാന്തരത്തിന് അനുസൃതമായ ഫലം. കൈക്കൂലി വാങ്ങുന്നവൻ പിന്നെ കൈക്കൂലി വാങ്ങില്ല. കള്ളം പറഞ്ഞവൻ പിന്നെ കള്ളം പറയുകയില്ല. സിനിമയ്ക്ക് പോരുന്നതായ വ്യക്തി പിന്നെ സിനിമയ്ക്ക് പോവുകയില്ല. എന്താണ്? യഥാർത്ഥമായി നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ എന്നെ പ്രലോഭിപ്പിക്കാനിടയായി ബ്രദർ. അതാണ്, ഞാൻ കുടിക്കുകയില്ല, ഞാൻ മാനസാന്തരപ്പെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മതി എന്ന് നിർബന്ധിച്ച് അവസാനമാണ് ഞാൻ അല്പം കുടിച്ചത്. ഞാൻ മാനസാന്തരപ്പെട്ടവനാണ്, ഞാൻ കുടിക്കില്ല, ഞാൻ നോക്കില്ല, ഞാൻ ഈ പാപം ചെയ്യില്ല. പല ക്രൈസ്തവ ജീവിതത്തിലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണുന്നില്ല. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ചിലരുടെ അടുക്കൽ മാത്രം വിശ്വാസത്തോടെ ആയിരിക്കും, അവിശ്വാസികളുമായി ചേരുന്ന സമയത്ത് അവരോടൊപ്പം കൂടുവാനിടയാകുന്നു. കർത്താവ് പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കാത്തതിനെയൊക്കെയും ഞാൻ എന്താണ് വെട്ടിക്കളയാനിടയാകും. നിങ്ങളെ ഞാൻ അഗ്നിക്ക് ഇരയാക്കി മാറ്റും. മാനസാന്തരപ്പെട്ടവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം തീർച്ചയായും കാണണം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കർത്താവിനെ വിശ്വസിക്കുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമില്ല. ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു സൗഖ്യവും ലഭിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ചയും എനിക്കിപ്പോൾ കാണുവാൻ കഴിയുന്നില്ല. എപ്പോൾ നോക്കിയാലും എൻ്റെ ജീവിതത്തിൽ പരാജയം മാത്രമാകുന്നു. തകർച്ചയാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത്. എന്നാരൊക്കെയാണോ നിന്റെ സന്നിധി നിലവിളിക്കുന്നത്, അവരെ നീ ഒരിക്കൽ കൂടി നീ ദർശിക്കണമേ. നിന്നിൽ നിലനിൽക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്യണമേ. നിന്നോട് സഹവസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഓരോ ദിവസവും നിന്റെ വചനം വായിക്കാതെ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാതെ ഞങ്ങളുടെ ദിനം ആരംഭിക്കുവാൻ നീ ഇടയാക്കരുതേ കർത്താവേ. ശാപത്തിൽ കിടക്കുന്ന ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, മുന്നേറുവാൻ കഴിയാതെ, പിശാചിന്റെ തന്ത്രങ്ങളിലും കെണികളിലും അകപ്പെട്ട് കിടക്കുന്നവരെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. നിന്റെ വചനം ധ്യാനിക്കാതെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ, ലോകത്തില് പാപത്തിൽ അകപ്പെട്ടു പോയ ആളുകളെ, സെൽഫോണിന് അടിമയായി പോയിരിക്കുന്നതായ ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. നിന്നെ തന്നെ സ്നേഹിക്കുവാൻ, നിന്നെ തന്നെ അനുഗമിക്കുവാൻ, നിന്നോടൊപ്പം ജീവിക്കുവാൻ, നിന്നോടൊപ്പം നടക്കുവാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ കർത്താവേ. നിന്റെ വരവ് താമസമെങ്കിൽ, നിന്റെ ഹിതമെങ്കിൽ വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ